അവൻ എവിടേക്കാ പോയത്? അവൻ എപ്പോഴാ പോയത്? അവൻ എന്തിനാ പോയത്? അവൻ എങ്ങനെയാ പോയത്? ഈ വാക്യങ്ങൾ വേർ, വെൻ, വൈ, ഹൗ എന്നീ ചോദ്യവാക്കുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ വാക്യങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുശേഷം നമുക്കതിൻ്റെ ഉത്തരവും കണ്ടുപിടിക്കാം. അവൻ എവിടേക്കാ പോയത്? വെർ ഡിഡ് ഹി ഗോ? അവൻ ലൈബ്രറിയിൽ പോയതാ. ഹി വെൻറ്റ് ടു ദ ലൈബ്രറി. അവൻ എപ്പോഴാ പോയത്? വെൻ ഡിഡ് ഹി ഗോ? അവൻ വൈകുന്നേരമാണ് പോയത്. ഹി വെൻറ്റ് ദിസ് ആഫ്റ്റർനൂൺ. അവൻ എന്തിനാ പോയത്? വൈ ഡിഡ് ഹി ഗോ? അവൻ കുറച്ച് ബുക്കുകൾ എടുക്കാനാ പോയത്. ഹി വെൻറ്റ് ടു ഗെറ്റ് സം ബുക്സ്. അവൻ എങ്ങനെയാ പോയത്? ഹൗ ഡിഡ് ഹി ഗോ? അവൻ ബസ്സിലാ പോയത്. ഹി വെൻറ്റ് ബൈ ബസ്. ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിച്ച 4 ചോദ്യവാക്കുകൾ ഇവയാണ്. വെയർ, എവിടെ, വെൻ, എപ്പോൾ, വൈ, എന്തിന്, ഹൗ, എങ്ങനെ. നമുക്കിനി ഈ ഒരു ഉദാഹരണത്തിലൂടെ ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു ചോദ്യവാക്യമാണ്. അപ്പോൾ ചോദ്യവാക്കായ വേർ വച്ചാണ് തുടങ്ങിയിരിക്കുന്നത്. വാക്യത്തിൻ്റെ അവസാനം ചോദ്യചിഹ്നമുണ്ട്. ഇനി വാക്യം ഏത് ടെൻസിലാണെന്ന് നോക്കുക. ഇത് സിമ്പിൾ പാസ്റ്റിലാണ്. അതുകൊണ്ട് സിമ്പിൾ പാസ്റ്റിലെ ഒരു ചോദ്യവാക്യത്തിൽ ചേർക്കേണ്ട ഓക്സിലറി വെർബായ ഡിഡ് ചേർക്കുക. അതിനുശേഷം വാക്യത്തിലെ സബ്ജക്റ്റ് എഴുതുക. ഇവിടെ ഹി ആണ് സബ്ജക്റ്റ്. അതിനുശേഷം വെർബ് എഴുതുക. വെർബിൻ്റെ ബേസ് ഫോമാണ് എഴുതേണ്ടത്. അതിനുശേഷം ചോദ്യചിഹ്നം ഇടുക. വാക്യം പൂർത്തിയായി. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ ഒരു ചോദ്യവാക്യത്തിൻ്റെ സ്ട്രക്ചർ ഒന്നുകൂടി പറയാം. എനി ക്വസ്റ്റ്യൻ വേർഡ്, 14 ക്വസ്റ്റ്യൻ വേർഡുകളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് എഴുതുക. ഓക്സിലറി വെർബായ ഡിഡ് എഴുതുക. അതിനുശേഷം സബ്ജക്റ്റ് എഴുതുക. അതിനുശേഷം വെർബിൻ്റെ ബേസ് ഫോം എഴുതുക. അവസാനം ചോദ്യചിഹ്നം ഇടുക. ഇനി നമുക്ക് ആ ചോദ്യങ്ങൾക്ക് ഉത്തരവും കൂടി പറഞ്ഞു പോകാം. അവൻ എവിടേക്കാ പോയത്? വേർ ഡിഡ് ഹി ഗോ? അവൻ ലൈബ്രറിയിൽ ആണ് പോയത്. ഹി വെൻറ്റ് ടു ദ ലൈബ്രറി. ഇനി അതല്ല മാർക്കറ്റിലാണ് പോയതെങ്കിലോ? ഹി വെൻറ്റ് ടു ദ മാർക്കറ്റ്. അവൻ എപ്പോഴാണ് പോയത്? വെൻ ഡിഡ് ഹി ഗോ? അവൻ വൈകുന്നേരമാണ് പോയത്. ഹി വെൻറ്റ് ഇൻ ദ ഈവനിങ്. അത് രാവിലെയാണ് പോയെങ്കിൽ ഹി വെൻറ്റ് ഇൻ ദ മോർണിംഗ്. ഉച്ചയ്ക്കാണ് പോയെങ്കിലോ? ഹി വെൻറ്റ് ദിസ് ആഫ്റ്റർനൂൺ. അവൻ എന്തിനാണ് പോയത്? വൈ ഡിഡ് ഹി ഗോ? അവൻ കുറച്ച് ബുക്കുകൾ എടുക്കാനാണ് പോയത്. ഹി വെൻറ്റ് ടു ഗെറ്റ് സം ബുക്സ്. ഇനി അതല്ല അവൻ മാർക്കറ്റിലാണ് പോയത് എന്ന് പറയുകയാണെങ്കിൽ, മാർക്കറ്റിൽ എന്തിനാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഹി വെൻറ്റ് ടു ബൈ സം ഫിഷ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറയാം. അവൻ എങ്ങനെയാണ് പോയത്? ഹൗ ഡിഡ് ഹി ഗോ? അവൻ ബസ്സിലാണ് പോയത്. ഹി വെൻറ്റ് ബൈ ബസ്. അവൻ നടന്നാണ് പോയതെങ്കിലോ? ഹി വെൻറ്റ് ഓൺ ഫുട്ട്. അവൻ ബൈസൈക്കിളിലാണ് പോയതെങ്കിലോ? ഹി വെൻറ്റ് ബൈ ബൈസിക്കിൾ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഉപകാരപ്രദമായിരുന്നു എങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.